ഓൺലൈൻ ക്ലാസ് കൊണ്ട് 100% നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. എൻ്റെ സ്റ്റുഡൻസ് മൊത്തം അവർ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഡോട്ടഡിനാണ് പിന്നെ നമ്മൾ കൂടുതൽ ക്യാഷ് പറയുക. നമ്മളിലുള്ള തെറ്റ് നമ്മൾ തന്നെ തിരിച്ചറിയുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ റേറ്റ് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ പിക്ചറിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഒരു റേറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഡോട്ട് ഇട്ടിട്ടൊക്കെ ചെയ്യുന്ന ബിന്ദുജവർത്തനം ഇട്ടിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് നല്ല റേറ്റ് നമുക്ക് പറയാം. പക്ഷെ അത് പിക്ചർ അത്രയും പെർഫെക്ഷൻ വേണം. നമ്മൾ അനാട്ടമി ഒക്കെ ക്ലിയർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിനെ പഠിച്ചിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു പിക്ചർ നമുക്ക് മറ്റുള്ളവർക്കായി നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് പിന്നെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അതിനുള്ളൊരു ആൻസർ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണം. അപ്പം അത് അതിൻ്റെ പെർഫെക്ഷനോട് കൂടി ചെയ്യുക. അനാട്ടമിയിൽ ഒരു വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ. അതുപോലെ ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാവുമല്ലോ, നമ്മൾ ഷെയ്ഡിങ്ങിന് പകരം ബ്ലെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ ഡാർക്ക് വെച്ചിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്യുന്ന ആ രീതിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അത്ര റേറ്റ് വാങ്ങാറില്ല സാധാരണ. കുറച്ചും കൂടെ പിന്നെ ഡോട്ടഡിനാണ് പിന്നെ നമ്മൾ കൂടുതൽ ക്യാഷ് പറയുക. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൈയിൻ്റെ ഒരു വീഡിയോ കൂടെ അടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൈകൾ ചെയ്യുക. നമുക്കൊരു ഫിഗർ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ അതിൻ്റെ കൈ ചെറുതായിരിക്കും. അതൊക്കെ നമ്മൾ അതിൽ നോക്കണം. അപ്പോൾ നമ്മളെ പിക്ചർ നമുക്ക് തന്നെ അത് ശരിയായില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവണം. അല്ലാതെ നമ്മൾ വരച്ച് വെക്കുന്ന ചിത്രങ്ങൾ മൊത്തം നന്നായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള തെറ്റ് നമ്മൾ തന്നെ തിരിച്ചറിയാം. അങ്ങനെയായിരിക്കണം. ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വരില്ല, അത് ബ്ലെൻഡായിട്ട് തന്നെ പോകും. എന്നാലും കൂടുതൽ കുറച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഡോട്ട് ഇട്ടിട്ട് വരാം. പക്ഷേ അതിപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ ചുമരുകളിൽ ചെയ്യുന്നത് ഡോട്ട് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചുമരിൽ അങ്ങനെ അത്രയും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ആവില്ല. നമ്മൾ വാഷിംഗ് ഒക്കെ ഉണ്ടല്ലോ, വാഷിംഗ് പെട്ടെന്ന് അത് ചുമരിൽ നമ്മുടെ കളേഴ്സ് അങ്ങോട്ട് അബ്സർവ് ചെയ്യും, ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ് ഡോട്ട് ഇട്ടിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻവാസ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കും. ഇപ്പോൾ ഞങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട് ക്യാൻവാസ് തന്നെ, പക്ഷെ അത് വളരെ നൈസായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല ഒരു വൃത്തിക്ക് ഒരു 10,000 ഒക്കെ സംഭവം ഒരു പിക്ചർ ചെയ്യുകയാണെങ്കിൽ അത് ചിലർ ചോദിക്കും അതിൻ്റെ കറക്റ്റ് റേറ്റ് കുറഞ്ഞതുണ്ടോ. അപ്പോൾ ചിലർ പ്രിൻ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ പ്രിൻ്റ് ചെയ്താലും പ്രിൻ്റ് നമ്മൾ കുറച്ച് നൈസായിട്ടുള്ള ക്യാൻവാസിലാണ് പ്രിൻ്റ് ചെയ്ത് കിട്ടുക. അപ്പം പ്രിൻ്റ് ചെയ്താൽ അതെന്ത് ചെയ്യുക, നമുക്കത് വീണ്ടും അതിൻ്റെ മേലെ പണിയെടുക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലാക്ക് എഴുതേണ്ടി വരും, പിന്നെ ഷെയ്ഡ് വെക്കേണ്ടി വരും. അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ അതിലും കുറച്ചൊരു റേറ്റ് കുറച്ചിട്ട് നമുക്ക് അത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം എത്ര ദൂരെ ആയാലും പുറത്തേക്കൊക്കെ കുറേ വർക്കുകൾ കൊടുത്താണ്. അപ്പം അതിൻ്റെ സേഫ്റ്റി നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ റോൾ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണേ. പിന്നെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് നിങ്ങളെ വീടുകളിൽ എത്തിക്കുന്നതെന്നും എത്ര വലുതായാലും അതിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നീട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് കൊണ്ട് 100% നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എൻ്റെ സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടാവും ഇതൊക്കെ. കാരണം എന്താ വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ വരയ്ക്കുന്നത് ഓരോ ആളുകളും. എന്നുവെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പം കുറേ പേര് ഇപ്പം ഗണപതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഡീറ്റെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. അല്ലാതെ നമുക്ക് ഒരു പിക്ചറായിട്ട് ആകുന്ന സമയത്ത് വെറുതെയാണ്. ഒരു പിക്ചറായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവരും ചില ഏജ്ഡ് ആയിട്ടുള്ള ആരുണ്ട്. ഞങ്ങൾക്ക് ചിലർ ചോദിക്കും ഞങ്ങൾക്ക് ഇത്ര ഏജായി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ. 85 ഉള്ളവരുണ്ട്, പിന്നെ 60 എബോവ് ഉള്ളവർ കുറേ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ. അപ്പം പിന്നെ ഇതിന് ഏജ് ലിമിറ്റേ ഇല്ല. നമുക്കൊരു കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് പഠിക്കാൻ തോന്നുന്നത് കുറച്ച് ഏജ്ഡ് ആകുന്ന സമയത്ത് വീടുകളിൽ എല്ലാവരും
എല്ലാവരും മക്കളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന സമയത്തുണ്ടാവും. ദൂരെയൊക്കെ ജോലിയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർക്കൊരു റിലാക്സേഷൻ വരാനാണ് കൂടുതലാളും ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ അവർ അത്രയും പെർഫെക്ഷൻ. എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ് മൊത്തം അവർ കേൾക്കുന്നുണ്ടാവും ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ അത്രയും നന്നായിട്ട് ചെയ്യുന്നവരാണ്. എന്നുവെച്ചാൽ തീരെ കുറച്ച് വരയ്ക്കാൻ കഴിവ് വേണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ പലരും പറയും ഇത് ആർക്ക് വേണമെങ്കിലും വരയ്ക്കാമെന്ന്. പക്ഷേ ഇല്ല, എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് വരയ്ക്കാൻ അറിയണം. എന്തെങ്കിലും നമുക്കൊരു സംഭവം ഒന്ന് നോക്കി വരയ്ക്കാൻ പറ്റണം. അത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് ഓൺലൈൻ ക്ലാസ്. എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് കുട്ടികളത് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ചെയ്യുമല്ലോ കറക്ഷൻ ഉണ്ടെങ്കിലൊക്കെ. ഓഫ്ലൈൻ ആകുന്ന സമയത്ത് എൻ്റെ കൈകളൊന്നും അതിലുണ്ടാകും തെറ്റുകൾ എന്തെങ്കിലും തിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അത്രയും റിസൾട്ട് ആയിരിക്കും. സ്വന്തമായിട്ട് വരയ്ക്കുക. അതാണ് ട്രേസിങ് മെത്തേഡ്. നമുക്കേ ഇല്ല ട്രേസിങ് മെത്തേഡിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ മ്യൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അതാണ് നമ്മളെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സിന് എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, ബൈ.